പാലത്തായി കേസിൽ ആ അധ്യാപകന് കോടതി ശിക്ഷ വിധിച്ചു. പക്ഷേ പല അന്വേഷണ ഉദ്യോഗസ്ഥരും, ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത് തെറ്റായ ഒരു തീരുമാനമായി ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്നു. അതിലെന്തായിരിക്കും സംഭവിച്ചത്? സത്യമാണ്, ഈ പാലത്തായുടെ വിധി വന്നപ്പോൾ ഒക്കെ വളരെ വിഷമം തോന്നിയൊരു സംഭവമാണ്. വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു. ആൾ തെറ്റ്, കാരണം കോടതി വിധിയാണ്. അപ്പം കോടതി വിധിയാവാൻ നമ്മൾ അംഗീകരിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. കാരണം അധ്യാപകനാണ്, മക്കളെപ്പോലെ നോക്കേണ്ട കുട്ടീൻ്റെ, അത് വളരെ കുട്ടി ആ രീതിയിൽ തന്നെയായിരുന്നു പ്രതികരിച്ചതൊക്കെ. പക്ഷെ പിന്നീട് വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഞെട്ടിപ്പോവാണ്. കാരണം ഒരൊറ്റ ദിവസത്തെ അതിവേഗ കോടതി ആ ഒരു ഹിയറിംഗ് മാത്രം കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കപ്പെടുന്നു എന്നും അട്ടിമറിക്കപ്പെട്ട രീതിയിലുള്ളൊരു FIR ഒക്കെയാണ് അവിടെ വന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം വളരെ വിഷമമുണ്ട്. കാരണം ഇതിലൊരു പ്രശ്നമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിത്ത്, നമ്മൾ സംസാരിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ഭയക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പാലത്തായ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് കുറ്റം ചെയ്തോ എന്നൊരു സംശയം ചോദിച്ചാൽ പോലും ചൈൽഡ് അബ്യൂസർക്ക് കൊട പിടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള നറേറ്റീവ്സുമായിട്ട് ആൾക്കാർ കാത്തിരിപ്പുണ്ടാവും. കാരണം ആ രീതിയിൽ നമ്മൾ ടാർണിഷ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. കാരണം സംസാരിക്കരുത്. എന്തുകൊണ്ടായിരിക്കും പൊതുവെ പൊതുസമൂഹത്തിൽ, ഇപ്പം ഞാനൊരു അധ്യാപികയാണ്, സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു മകളുണ്ട്, അല്ലേ, ഏകദേശം 7-8 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, അന്നേരം എന്നെ വളരെ ഈസിയാണ് വർഗീയവാദിയാക്കി പറയും. പത്മരാജൻ ഹിന്ദു ആയതുകൊണ്ട്, മറുപക്ഷത്ത് മുസ്ലിം കുട്ടി ആയതുകൊണ്ട് എന്നിലെ വർഗീയവാദി തലപൊക്കി എന്നുള്ള രീതിയിൽ ചാപ്പ അടുപ്പിക്കും. അങ്ങനെയുള്ളൊരു നറേറ്റീവ്സ് ഉണ്ടാവും. എന്തുകൊണ്ട് അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയാനായിട്ട് ഭയക്കും, പേടിയാണ്. കാരണം ഒരു കുട്ടിയുടെ അമ്മയായിട്ട് ഹരീന്ദ്രൻ, അത് തന്നെ. അപ്പം ഇതാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. കാരണം ആ രീതിയിൽ ടാർണിഷ് ചെയ്യുമ്പോൾ നമ്മൾ നിശബ്ദമാക്കും. കാരണം ഒരു കുട്ടീനെ നോക്കൂ, ഒരു സ്ത്രീയാണ്, ഒരു അധ്യാപകയാണ്, ഒരു കുട്ടിയുടെ കാര്യം വന്നപ്പോൾ പോലും അവർ സംസാരിക്കുന്ന ആ പക്ഷത്തൊന്ന് ഇവിടെ പാർട്ടി മാറ്റി വയ്ക്കൂ. നമ്മൾ സംസാരിക്കേണ്ട പത്മരാജൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അതാരും ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള നിങ്ങളുടെ വീട്ടിൽ നാളെ ഇങ്ങനത്തെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ കുടുംബത്തോ ആർക്കുമാണെങ്കിലും ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം എന്നുള്ള രീതിയിൽ വേണം നമ്മളിത് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ? ഇത് നോക്കിക്കഴിഞ്ഞപ്പം ഇന്നലെ ഞാൻ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്, റഹീം എന്ന് പറഞ്ഞ അന്വേഷണം. അപ്പം 3 അന്വേഷണം, എനിക്ക് തോന്നി പാലത്തായി 2020 ആ ഒരു കേസ് തുടങ്ങുമ്പോൾ തന്നെ പല വിഷയങ്ങളുണ്ടായിട്ട് ആദ്യമേ 3 അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോക്സോ ആക്ട് നിലവിൽ നമുക്ക് ഇതിൽ ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള രത്നകുമാർ, നമ്മളെ എടുത്തു പറയണം, ഈ രത്നകുമാർ എന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നവീൻ ബാബു. അത് നമ്മൾ വളരെ പോയിന്റാണ്. കാരണം CPM ആ സമയത്ത് ഒരു സമ്മർദ്ദത്തിലായിരുന്നു കേട്ടോ. രത്നകുമാറിലേക്ക് കേസ് പോകാൻ കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഈ പാലത്തായി കേസ് തുടങ്ങിയ സമയത്ത് CPM-ന്റെ നേതാക്കന്മാർ പോലും വളരെ സൈലന്റ് ആയിരുന്നു. ശൈലജ ടീച്ചറൊക്കെ ഒരുപാട് അതിൻ്റെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർ സൈലന്റ് ആയിരുന്നു. അവരൊരു പക്ഷേ സൈലന്റ് ആയിരുന്നതിൽ കാരണം ഇത് വെറുതെ ഒരു കെട്ടിച്ചവയ്ക്കപ്പെട്ട കേസാണെന്നുള്ളതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാവാം അവരൊക്കെ സൈലന്റ് ആയിട്ടിരുന്നൊരു സംഭവമാണ്. അപ്പോൾ പക്ഷെ പിന്നീട് അങ്ങോട്ട് സമ്മർദ്ദം വന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വലിയൊരു പ്രശ്നമാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു. ആ സമയത്ത് നമ്മൾ ശ്രീജിത്ത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുണ്ട്, മറ്റൊരാളോട് വെളിപ്പെടുത്തണം കുറേ നോക്കി ഒരു അന്വേഷണം എന്ത് രീതിയിലേക്കാണ് അത് പോകണമെന്നൊക്കെ ചിന്തിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ നമുക്ക് പറയണേക്കാൾ, കാരണം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇനി അയാളത് ചെയ്തോ, അങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ളൊരു സംശയത്തിൽ. പക്ഷേ ഈ കോടതി അവസാനത്തെ ഇരയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ആ വകുപ്പിന്റെ, പോക്സോ വകുപ്പിന്റെ ഒരു അവസാനത്തെ ഇരയായാണ് ഈ മനുഷ്യനെ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് പോക്സോ ആക്ട് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ടൊരു ആക്ടായി മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെന്ന് പറഞ്ഞാൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ്, അല്ലെ? നമ്മൾ തന്നെയാണ് അവരെ സംരക്ഷിക്കാനൊക്കെ. കുട്ടികൾക്കൊന്നും അറിയില്ല. ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു ആക്ട് ഇന്ന് ആർക്കെതിരെയും പ്രയോഗിക്കാൻ പറ്റുന്ന, നമ്മൾ എത്രയോ പ്രശ്നങ്ങൾ കേസുകളിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാം. സ്വന്തം കുഞ്ഞുങ്ങൾ അച്ഛന്മാർക്ക് എതിരെ മൊഴി, ചില സമയം വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം, ഈ ഒരു പോക്സോ ആക്ടിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോടതി പോലും പലപ്പോഴും ഈ മൊഴിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും. പ്രത്യേകിച്ചും ഒരു കൊച്ചു കുട്ടികളാണെങ്കിൽ, 10 വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതിന് വേറൊരു ഹിയറിംഗ് അങ്ങനൊന്നും ഇല്ല. അത് തന്നെയാണ് ശരി എന്നുള്ള ഇതാണ്. ഇപ്പോൾ എൻ്റെ മകളെ വെച്ചൊരു കാര്യമൊക്കെ പറയണം. ഇപ്പോൾ 7-8 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അത്യാവശ്യം നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂളിലാണെങ്കിൽ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമത്. കുട്ടികളിപ്പോൾ നമ്മൾ പറയും ഇന്നത്തെ കുട്ടികൾ ഭയങ്കര ഇന്നോസെന്റ്, അല്ലെങ്കിൽ അവരെ പിള്ള മനസ്സിൽ അങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആവണം, അല്ലേ? അപ്പോൾ ഇതിൽ നമുക്കറിയില്ല, ഇതിൽ ഓരോ കൗൺസിലേഴ്സിനും പ്രശ്നമായിട്ടുണ്ട്. ഈ കുട്ടിക്ക് നുണ പറയുന്ന ശീലം ഉണ്ടെന്ന് പറഞ്ഞ കൗൺസിലേഴ്സിന് പ്രശ്നമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം. ഇതിൽ വേറെ കുറേ ഇത് ആൾക്കാർ സംസാരിക്കുമ്പം
പത്മരാജൻ എന്ന് പറയുന്നതിനൊപ്പം ഈ കുട്ടി പറഞ്ഞ കള്ളമൊഴികൾ കുറച്ചുണ്ട്. കുട്ടിയുടെ അമ്മയ്ക്ക് ഫോണിൽ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുത്തു, പിന്നെ ഈ കുട്ടീനെ ബൈക്കിൽ കയറ്റി എവിടെയോ കൊണ്ടുപോയി മതം. ഇതൊക്കെ പിന്നീട് ഇവർക്ക് തന്നെ തെളിഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതും ഈ കുട്ടിയാണ്, ഈ മൊഴിയാണ്. അപ്പം അതെന്താ കോടതി, അതായത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു കുട്ടിയാണ്, അത് ഏത് സിറ്റുവേഷനിലാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിയെ പറയിപ്പിച്ചു എന്നുള്ളത് അതുപോലും കേൾക്കാൻ ഇതില്ലാത്ത കോടതി എന്ന് പറയുമ്പോൾ സത്യം ഭയങ്കര പേടിയാവുകയാണ്. എനിക്ക് ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് രാഷ്ട്രീയം വെച്ച് ആർക്കെതിരെയും ചമച്ചൂടെ? നമ്മുടെ വീട്ടിലും ആൾക്കാരുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വളർന്നു നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ശ്രീജിത്ത് നാളെ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തു, അത് അധ്യാപകനാണ്. പിന്നെ ഇതിൽ കുളിമുറി നമുക്ക് ഇവിടെ അദ്ദേഹം റഹീം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. അന്വേഷണം ഈ രത്നകുമാറിൻ്റെ ഇത് വന്നപ്പോഴേക്കും സംഭവ സ്ഥലം, നമുക്ക് എവിടെയും ഒരു സംഭവ സ്ഥലം ഒന്ന് തന്നെ ആയിരിക്കും. ഇപ്പം നമ്മളെ കുട്ടീനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടീനെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ, ഒരു സ്ഥലം അത് ഒരിക്കലും മാറിപ്പോവില്ല. പക്ഷെ ഇതിപ്പോൾ ആലോചിച്ച് നോക്കുക, ആദ്യത്തെ ടോയ്ലറ്റിൽ നിന്ന് മാറി ആ ടോയ്ലറ്റ് കൊള്ളത്തില്ല എന്ന് കണ്ടതുകൊണ്ട് പിന്നെ ടീച്ചേഴ്സ് ടോയ്ലറ്റിലേക്ക് മാറ്റി എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് മൂന്നാമത്തെ അന്വേഷണത്തിലാണ്, ഈ രത്നകുമാറിൻ്റെ കേസിലാണ് അത് വന്നേക്കണം അല്ലേ. ആ കുട്ടീനെ പീഡിപ്പിച്ചത് ആ ടോയ്ലറ്റാണ്, അവിടെ രക്തക്കറ, അവിടെ നോക്കുക രക്തക്കറയുടെ കാര്യമൊക്കെ ഇതൊന്നും ആരും ചിന്തിച്ചതും സംസാരിച്ചതൊന്നുമില്ല. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കാരണം അത് കൂടുതൽ എമൗണ്ട് രക്തമുണ്ട്, സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ ഈ കുട്ടിയുടെ ആണോ അങ്ങനെ. ഇതിപ്പോൾ അങ്ങനെ അത്രയും പോലും ഇല്ല, ഒരു കറ കണ്ടു എന്ന്. അതും ടീച്ചേഴ്സ്. അപ്പോൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, ഇത് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റാണെന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടിയുടെ മൊഴിയിലാണെങ്കിൽ ഈ കുട്ടി ഇതിനെ പീഡിപ്പിച്ചിട്ട് വരുമ്പോൾ മറ്റൊരു കുട്ടി കണ്ടു, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നു. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ, കുട്ടികൾക്ക് വേറെ ടോയ്ലറ്റ് ഇല്ല എന്നുണ്ടോ, അതോ ടീച്ചേഴ്സ് പോകുന്ന ടോയ്ലറ്റ് തന്നെയാണോ ആ സ്കൂളിൽ എല്ലാ ഇതൊന്നും ആരും ചോദിച്ച് കണ്ടില്ല അല്ലേ ശ്രീധർ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. വളരെ അതിൻ്റെ ആ ഒരു റഹീം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കാണുമ്പോഴാണ് പുള്ളി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു പിന്നീട് ഡേറ്റിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. സാറില്ലായിരുന്ന ആ ഡേറ്റ്, ആ റിപ്പബ്ലിക് ഡേയുടെ ഒക്കെ ഇത് വന്നപ്പോൾ സാറില്ലാന്ന്. പക്ഷെ കുട്ടി ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള കേസാണ്. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തെക്കാൾ ഉപരി രണ്ട് സമുദായങ്ങളുടെ പ്രശ്നമാവാനാണ് ഭയങ്കര ഒരു. കാരണം മറുകോട്ടിൽ നിൽക്കുന്നത് അല്ലേ, ഇപ്പുറത്ത് BJP എന്നുള്ള രീതിയിൽ. അപ്പോൾ പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കണം, ഇപ്പൊ അതിൽ നിന്ന് മാറി ഇതിപ്പോ നിങ്ങൾ ഇന്നിപ്പോ ഇങ്ങനെ ജയിക്കുമായിരിക്കും ഒരു മനുഷ്യന്റെ ഇത് കാണാം. ഇത് കല്ലാച്ചിയിലൊരു DYFI പ്രവർത്തകൻ ഇതുപോലൊരു കേസിൽ കുടിക്കാതെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നുണ്ട് കല്ലാച്ചിയിൽ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു സംഭവമാണ്. പിന്നീട് അതിന്റെ ആ പയ്യന്റെ അമ്മ അത് തന്നെ അല്ലേ, മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറ്റബോധം വന്ന സ്ത്രീ പറയുന്നു അങ്ങനെ സമ്മതിച്ചില്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോൾ അവിടെ ആർക്ക് നഷ്ടം സംഭവിച്ചു? അതാണ് നമുക്കിവിടെ സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും വലിയൊരു കൾപ്രിട്ടാക്കാം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കേരളം തന്നെ കണ്ടാണ് നമ്പിനാരായണൻ കേസ്, ചാരക്കേസ് അല്ലേ. കെട്ടിച്ചവച്ചിട്ട് എത്ര നാളെ അയാൾ പോരാട്ടം നടത്തി. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അല്ല, പക്ഷെ ഈ കാലത്ത് പോലും ഇങ്ങനെ സംഭവിച്ചിട്ട് ആർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിലൊരു നീതി നടപ്പിലാക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സങ്കടത്തോടുകൂടി പറയേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഞാനിതാണ് പറഞ്ഞത്, ഇപ്പം എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയം പറയുകയാണ്, കാലം മാറി, പുതിയ സാങ്കേതിക വിദ്യ വന്നു, ഏത് ലോകത്തുനിന്ന് ആർക്കും എന്ത്. പക്ഷെ എന്നിട്ട് പോലും ഇത്തരം രീതിയിൽ അത് കോടതികളെ വരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ള രീതിയിൽ ആർക്കെതിരെ വേണമെങ്കിലും. ഇത് അത്യാവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അത്യാവശ്യം ഒരു പ്രബലനായിട്ടുള്ളൊരു നേതാവാണ് ഈ പത്മരാജൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. അയാൾക്കെതിരെ പോലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സാധാരണ മനുഷ്യനെ എത്രമാത്രം പോക്സോ ആക്ടിൻ്റെ പേരിൽ എത്രയോ സാധാരണ പാവപ്പെട്ട മനുഷ്യരെ കൊടുക്കുന്നുണ്ടാവും. അയൽവാസികൾ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളോട് പക തോന്നിക്കഴിഞ്ഞാൽ, അവരുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ അകത്താണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പോക്സോ കേസ് പ്രതിയാണെങ്കിൽ തല്ലടാ കൊല്ലടാ എന്നുള്ള ആക്രോഷമാണ് പൊതുസമൂഹം. അയാൾ തെറ്റ് ചെയ്തോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു അമ്മ അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് മുന്നിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ, ആ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ, ഒന്നും അറിയണ്ട. തല്ലടാ കൊല്ലടാ അവിടെ അങ്ങ് തീരുവാണ്. ഇതേ കേരളത്തിൽ തന്നെ നമുക്ക് ഇവിടെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പാലത്തായി പറഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടി ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പം അന്ന് 9 വയസ്സോ 10 വയസ്സോ ഉള്ളൊരു കുഞ്ഞായിരുന്നു. ഇപ്പം 4-5 വർഷമായി. ഇപ്പം മുതിർന്നൊരു കുഞ്ഞായിക്കാണ്, മുതിർന്നില്ല 15-16 വയസ്സുള്ള കുട്ടിയായിക്കാണ്. വണ്ടിപ്പെരിയാറിലൊരു കുട്ടിയെ അത് മരിച്ചുപോയത് കൊന്നതാണ്. ആര് കൊന്നു വെച്ചാൽ നമുക്ക് കൃത്യമായി. എന്നിട്ട് അയാളെ പ്രതി രക്ഷപ്പെട്ട കോടതിയാണ്. അത് ആലോചിച്ച് നോക്കണം. അതും ഒരു കോടതിയുടെ ഒരു വിധിയാണെന്ന് പറയണം. എനിക്കൊക്കെ എപ്പോഴും പറയാൻ തോന്നുന്നത്, എത്രയോ കുറ്റവാളികൾ രക്ഷപ്പെട്ടപ്പോൾ ഒരു നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. കാരണം വെച്ചാൽ ഇപ്പം അല്ല, അതാണ് ഞാൻ ചോദ്യം, ഈ കാലത്ത് അത് എങ്ങനെ സംഭവിക്കും? ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ വൈരാഗ്യത്തിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, പോക്സോ കേസിന് ദുരുപയോഗം ചെയ്യാൻ പറ്റും. പൊതുസമൂഹത്തിന് പോക്സോ കേസിൽ ദുരുപയോഗം ചെയ്തപ്പോൾ നമ്മൾക്ക് അത് ചെയ്തോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പോലും കൃത്യമായിട്ട് ഇപ്പം സ്ത്രീകളായിട്ടുള്ളവരോ ആര് സംസാരിച്ചു കഴിഞ്ഞാലും അവരെന്താ രീതിയിലായിരിക്കും ഇവർ ലേബൽ ചെയ്യണമെന്ന് അറിയോ? തീർച്ചയായിട്ടും പറയുക, ആ പോക്സോ അബ്യൂസർക്ക് കൊട പിടിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ രീതിയിൽ പറയുമ്പം ഇന്ന് പലർക്കും ഭയമാണ്. കാരണം അവനവൻ്റെ ഒരു ഇമേജ് കോൺഷ്യസ് ആണ് ആൾക്കാരൊക്കെ. ഇപ്പം ആ ഒരു ഇമേജ് കോൺഷ്യസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് എന്തെങ്കിലും സംസാരിച്ച്
നമുക്കറിയാം ആരുടെയെങ്കിലും കൂടെ ഒരു ഫോട്ടോ എടുത്താൽ പോലും ഇപ്പം ഇ പി ദിവ്യയെ പോലെയൊക്കെ ഉള്ള ഒരു തേർഡ് റേറ്ററുള്ള ക്രിമിനൽ സീമാജി നായരെയൊക്കെ കുറിച്ച് പറഞ്ഞു അവർക്ക് എന്ത് റൈറ്റ് ധാർമ്മികതയാണ്. അപ്പോൾ അതാണ് എന്തെങ്കിലും രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലും വളരെ രീതിയിൽ നമ്മുടെ ഇമേജ് തകർക്കാം. അതിന് ഈ നറേറ്റീവ്സാണ് ഉണ്ടാവുക. ഈ പാലത്തായുടെ സംശയങ്ങൾ ചോദിച്ച് 2020 ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ശ്രീജിത്തിന് അറിയാം, എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്. ഒരിക്കലും ഞാനൊരു BJP അനുഭാവിയോ ഒന്നുമല്ല. കോൺഗ്രസ്സിൽ പക്ഷേ കോൺഗ്രസിൻ്റെ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പറയുക. ഇന്നും കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പാലത്തായിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചത് കൊണ്ട് അന്ന് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതും എനിക്കെതിരെ അന്ന് വിപ്ലവമായിട്ട് നിന്നതൊക്കെ രശ്മി നായരെ പോലുള്ള സഖാത്തികളാണെന്ന് ആലോചിച്ച് നോക്കണം. ചൈൽഡ് അബ്യൂസർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഈ രീതിയിൽ ഇവർ തകർക്കാൻ കൂട്ടായിട്ട് ശ്രമിച്ചു കളയും. ഇപ്പോൾ പോലും ഈ ഒരു ചർച്ച അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും വരിക പത്മരാജന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഇത് വെളിപ്പെടുത്തൽ റഹീമാണെന്നോ, ആ റഹീം അതായത് നമുക്ക് അതെന്ത് അയാൾക്കാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കൃത്യമായിട്ട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ രാഷ്ട്രീയം മാറ്റി വയ്ക്കൂ അല്ലേ? സമുദായങ്ങൾ തമ്മിലുള്ള റിഫ്റ്റ്, അവിടെ ഒരു കുട്ടീനെ കരുവാക്കി കൊണ്ടുവന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്, അതൊന്നും നോക്കുന്നില്ല. ഇത് വെളിയിലേക്ക് വരണം. എനിക്ക് തോന്നുന്നത് പ്രതിഭാഗം അല്ലെങ്കിൽ വാദിഭാഗം കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പോഴും അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞേക്കണം ഒരൊറ്റ ദിവസത്തെ ഹിയറിംഗ് കൊണ്ട് വിധി വന്നു എന്നാണ് അല്ലേ? പക്ഷെ മേൽക്കോടതികളുണ്ടല്ലോ, ഇനിയും കോടതികളിൽ പോട്ടെ, ഇതെല്ലാം വെച്ചിട്ട് വാദിക്കട്ടെ. കാരണം ഇതെല്ലാം തെളിവുകളാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉള്ള രീതിയിൽ കോടതി, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നീതിന്യായം നിരപരാധീന ശിക്ഷയിലായിരിക്കാം. മുന്നോട്ട് പോകട്ടെ, അപ്പം നമുക്കറിയാൻ പറ്റും. അപ്പോഴും വേറൊരു കാര്യമുണ്ട്. അങ്ങനെ നാളൊരു സമയത്ത് ഈ പത്മരാജൻ തെറ്റുകാരനല്ല, ഇത് ഒരു കുട്ടീനെ കൊണ്ട് മുന്നിൽ നിർത്തി കളിച്ച നാടകമാണെന്ന് പറയുമ്പം ഇത് അഫക്റ്റ് ചെയ്യാൻ പോണത് ഒരു സമുദായത്തെ മൊത്തത്തിലായിരിക്കും. ഇവരിത് മനസ്സിലാക്കുന്നില്ല. കാരണം ഇതിപ്പോൾ SDP-യുടെ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വിജയമായിട്ട് അവർ ചെയ്യണ കാര്യം. പക്ഷെ അത് ഡെഫിനറ്റ്ലി മതത്തിലേക്ക് ചുരുങ്ങിയോ? അല്ല, അപ്പോൾ അത് എത്രയോ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിക്കണം എത്രയോ നല്ല നല്ല മുസ്ലിംസ് ഉണ്ട്. അല്ല, കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു മതത്തിലേക്ക് ചുരുങ്ങി പോകുന്നതാണോ നാം കാണുന്നത്? തീർച്ചയായിട്ടും അല്ലേ. മത ധ്രുവീകരണത്തിനപ്പുറം രാഷ്ട്രീയ ധ്രുവീകരണം, ഈ രണ്ട് ധ്രുവീകരണത്തിനപ്പുറം നമ്മളൊക്കെ പല പല കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. അതിനപ്പുറം മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത്? അങ്ങനെ സംസാരിക്കുന്നവർക്ക് ആരും ഉണ്ടാവില്ല, സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ല. ഇപ്പോൾ സത്യം വിളിച്ചു പറയണവരെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ ഈ പാർട്ടിയിലുള്ള ആണെങ്കിൽ നിങ്ങളെല്ലാ നുണകളും വിഴുങ്ങുക, ആ പാർട്ടി അങ്ങേയറ്റം വെളുപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവും. ബട്ട് ട്രൂത്ത് വിളിച്ച് പറയണം, സത്യം വിളിച്ച് പറയണം, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടോ? ഇല്ല. നമ്മളെ ഒതുക്കാനേ ആൾക്കാരുണ്ടാവും അല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള വിശേഷമാണ് സ്ഥിതിവിശേഷം. ഇങ്ങനെ ആൾക്കാരില്ലാതാവുമ്പോൾ എന്താ പറ്റുക? ഭയന്നും പലരും ആരും ഒന്നും എനിക്കെന്ത് കാര്യം എന്നുള്ള രീതിയിലായിരിക്കും മനുഷ്യരൊക്കെ ചിന്തിക്കണം, സാധാരണ മനുഷ്യർ. അതാണ് ഇപ്പം ശ്രീജിത്ത് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു ഭൂമിക നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ധ്രുവീകരണം. കണ്ണൂർ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ അങ്ങേ അറ്റമാണ്. സഖാക്കൾ എന്ത് ചെയ്താലും അത് അങ്ങേ അറ്റത്തെ രീതിയിൽ അത്. ഇനി മത ധ്രുവീകരണം വന്നു കഴിഞ്ഞാൽ അത് വളരെ ഇതാണ്. കാരണം ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരിക്കണം വെച്ച് മാത്രം ന്യൂനപക്ഷത്തെ നമ്മൾ വേട്ടയാടുന്നു എന്നുള്ള രീതിയിലുള്ളൊരു നറേറ്റീവ് ശക്തമാക്കാൻ ഇടതുപക്ഷത്തിലുള്ള ഹിന്ദുക്കൾ തന്നെ മുന്നിട്ട് നിൽക്കുമ്പം സത്യം എവിടെയാണ് രക്ഷ? പക്ഷേ ഇതിനൊക്കെ അവസാനം ഒരു പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞ് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള റിഫ്റ്റ് ഭയങ്കരമായി കഴിഞ്ഞു. ഒരു 20 കൊല്ലം മുമ്പുള്ളൊരു കേരളമൊന്നും അല്ല ഇപ്പോൾ. കാരണം ഇന്നിപ്പം അവർ ഹിന്ദു, ഇവർ മുസ്ലിം, ആ രീതിയിലുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആണ് എല്ലായിടത്തും. എത്ര ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര നമ്മൾ മതസാഹോദര്യം ഉണ്ടെന്ന് കൂടെ പറഞ്ഞാലും മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെ ആയിക്കഴിഞ്ഞു, ഡിവൈഡഡ് ആയിക്കഴിഞ്ഞു അല്ല. അതിനി മാറി വരുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിൽ ആക്കിയത് അതിൻ്റെ ഫുൾ ഇതും ഇവിടുത്തെ സഖാക്കന്മാരാണ്. കേവലം കുറച്ച് വോട്ട് ബാങ്ക് അതിന് വേണ്ടിയിട്ടാണ് അവർ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ശരിക്കും ബാധിക്കാൻ പോണത് ഇതിലൊന്നുമില്ലാത്ത അപ്പാവികളായിട്ടുള്ള കുറേ മുസ്ലിംസിനായിരിക്കും. കാരണം മുസ്ലിംസിന് തന്നെ പിന്നെ ആൾക്കാർ ഇനിയൊരു ഈ ഒരു കേസ് ഇപ്പോൾ പാലത്തായുടെ കേസ് തന്നെ പലർക്കും ഭയമായി തുടങ്ങി. അതിലിനി ഇയാൾ നാളെ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന മനുഷ്യന്മാർ എങ്ങനെയായിരിക്കും നാളെ പൊതുസമൂഹം അവരെ നോക്കിക്കാണുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇയാളെ കൊടുക്കാനും അന്ന് നെറേറ്റീവ്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആൾക്കാരും ഇനി ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരെ ആ കുട്ടീനെ മുന്നിൽ നിർത്തി കളിച്ചിട്ടുള്ളൊരു കളിയാണെങ്കിൽ അവരുടെ കുടുംബം തൊട്ട് മൊത്തത്തിൽ ഈ സമൂഹം അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഒരു സമുദായമല്ലേ അത് ചിന്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമുദായം ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ഇരകളായി തീരുന്നത്. പക്ഷെ അവരുടെ ശുദ്ധീകരണം തുടങ്ങേണ്ട അവരെ മതത്തിൽ നിന്ന് തന്നെയാണ്. അവരാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ രാഷ്ട്രീയവും അതുമായിട്ട് ഭയങ്കര അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് ഇതാരും ചോദ്യം ചെയ്യില്ല. അതാണ് സംഭവം. നമ്മുടെ ഈ ഒരു കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞ പോലെ അല്ല, കേരള ഇതൊന്ന് നമ്മുടെ ചിത്രം ഇപ്പോഴത്തെ കേരളം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മത, ജാതി,
രാഷ്ട്രീയ ധ്രുവീകരണം കൊണ്ട് അങ്ങേയറ്റം ഓരോ മനുഷ്യനും ഓരോ തുരുത്തുകളായിട്ട് മാറിയിട്ടുണ്ട്. ആർക്കും ആരോടൊരു എമ്പതി ഒന്നും ഇല്ല. പത്മരാജൻ BJP കാരനാണ്, അല്ലെങ്കിൽ അയാൾ CA കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ അയാൾ അങ്ങനെ ചെയ്യും. ഓപ്പോസിറ്റ് ഒരു മുസ്ലിം കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ വിധിക്കുകയാണ് അവിടെ. അല്ലാതെ അയാൾക്ക് എന്തിനുള്ള ഒരു കേസാണ് ഈ കുട്ടി പറയുന്നത് ഫുള്ളി സത്യമാണോ അത് ചോദിക്കുന്നില്ല. ഇനി സത്യമാണ്, കോടതിയിൽ ഫുൾ തെളിവ് അവരുടെ കയ്യിലുണ്ട്, ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 40 വർഷത്തെ തടവൊന്നുമല്ല, അങ്ങ് തീർത്തേക്കുക, അതിനപ്പുറം വേറൊന്നുമില്ല. പക്ഷെ തെളിയിക്കപ്പെടണം. കാരണം ഓരോ കുറ്റവാളിക്കും സത്യമാണ്, ആ സത്യമാണോ എന്ന് തെളിയിപ്പിക്കും. നമുക്കറിയാം കോടതി വിധി വരുന്നത് ഈ ഒരൊറ്റ അതിവേഗ ഹിയറിംഗ് കൊണ്ടൊന്നും അല്ല, വിധി അങ്ങോട്ടും ഇങ്ങോട്ടും ഹിയറിംഗ് വേണ്ടേ. അപ്പോൾ ഇത് വീണ്ടും മേൽക്കോടതികളിൽ പോട്ടെ, സത്യം തെളിയട്ടെ. സത്യം തെളിയുമ്പോൾ ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെടുകയാണ്, ചെയ്തിട്ടില്ല എന്നറിയുകയാണെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ വളരെ നമ്മുടെ കേരളമേ മാറിപ്പോവും. അങ്ങനത്തെ ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.